എഫേസ്യ ലേഖനം 4 അധ്യായം 17 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളിലെ ആത്മാവിൻ്റെ പുതുക്കം 4 ഭാഗം. തുടർച്ചയായ ധാർമ്മിക അധപതനം മൂലം സ്ഥിരമായ ആത്മീക മരണം പ്രാപിച്ച അവസ്ഥയിലായിരുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത് സ്നാനത്തിലെ അഥവാ മാമോദീസയിലെ ആശയമാണ്. പഴയ മനുഷ്യനെ ഇവനിൽ നിന്നും ഉരിഞ്ഞു കളയണമേ, നാശരഹിതമായ വസ്ത്രം ഇവനെ ധരിപ്പിക്കണമേ എന്ന് മാമോദീസാക്രമത്തിലെ പ്രാർത്ഥനയിൽ നാം ഏറ്റുചൊല്ലുന്നതിൻ്റെ പ്രതീകമായി മാമോദീസയ്ക്ക് മുമ്പ് അണിയുന്ന വസ്ത്രം മാറ്റി അതിനുശേഷം സ്നാനാർത്ഥിയെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ധരിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണിത്. പുതിയൊരു ജീവിതത്തിൻ്റെ നാന്ദിയും. ജനനത്താൽ പഴയ ആദാമിൻ്റെ വർഗത്തിലായതുപോലെ വീണ്ടും ജനനത്താൽ പുതിയ ആദാമായ ക്രിസ്തുവിൽ പുതിയ വർഗത്തിൽ അംഗമായിത്തീരുന്നു. പുതുക്കപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പങ്കാളിത്തം ക്രിസ്തുവിൻ്റെ ആത്മാവിലൂടെ നേടുന്നതാണെന്ന് പുതുമനുഷ്യനെ ധരിക്കുക എന്ന് പറയുന്നത്. ക്രിസ്തുവിലുള്ള പുതിയ വർഗത്തിലെ അംഗമായിത്തീരുമ്പോൾ മനുഷ്യദൃഷ്ടിയിൽ ദൈവം നൽകുന്ന സ്വരൂപം വീണ്ടുകിട്ടുക മാത്രമല്ല, ക്രിസ്തുവിൻ്റെ പങ്കാളിയായി നിത്യജീവനിലുള്ള വളർച്ചയുടെ പ്രഥമ പടിയിലേക്ക് വളരുക കൂടിയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പങ്കാളികളായി നിത്യജീവനുള്ള വളർച്ചയുടെ പ്രഥമ പടിയിലേക്ക് വിശ്വാസികളായ നമുക്കേവർക്കും വളരുവാൻ സാധിച്ചോ? പുതുക്കപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പങ്കാളിത്തം ക്രിസ്തുവിൻ്റെ ആത്മാവിലൂടെ നേടിയോ? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ സ്ഥിതി എന്താണ്? ക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ട നമ്മുടെ ജീവിത രീതി പിന്നെയും പഴയ മനുഷ്യനിലേക്ക് പോകുന്നതിനാണോ? സ്വയം പരിശോധിക്കുവാൻ വേദഭാഗം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.